ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സൾഫർ ഗേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഞാനിപ്പം ആ പൊക്കോണ്ടിരിക്കുന്ന വഴിയില്ല, അതുകൊണ്ട് ഹൈവേ നിപ്പുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഗൈസ്, നമ്മൾ വന്ന് ഏകദേശം ആ സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടാകുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് മലനിരകൾ തുടങ്ങും. ഇവിടുന്ന് മുമ്പത്തെ കാഴ്ചകൾ ഇനി വണ്ടിയിൽ ഇരുന്ന് കാണാം നമുക്ക്. ഗൈസ്, നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് എന്തോരം മലകളാണ് അവിടെ കിടക്കുന്നത്. ഇനി ഇപ്പൊ ഈ ഏരിയ പ്രേറി ലാൻഡ് മൊത്തം മാറി ഇനി മൊത്തം ഇങ്ങനെ മലകൾ പുഴകൾ വന്നു തുടങ്ങും. ഓ ഗൈസ്, ഇത് കണ്ടോ, ഫുള്ള് മലകളാണ്. നമ്മളിങ്ങനെ കയറും ഇറങ്ങും. ഈ മൊത്തം വഴി ഫുൾ ഇങ്ങനെ ആയിരിക്കും. കുറെ കാടുകൾ അപ്പുറത്തും ഇപ്പുറത്തും കാണും. ഈ റൂട്ടിൽ അധികം ടൗണുകളൊന്നും ഇല്ല, ഉള്ളതെല്ലാം ചെറിയ ചെറിയ ടൗണുകൾ. ഗൈസ്, ഈ കാണുന്ന ഹൈവേ ആണല്ലോ, ഇതെല്ലാം 2 ലൈൻ ആക്കാനുള്ള പരിപാടിയാണ് ഇവര്. പുറകിൽ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഇപ്പൊ ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടുക്കണക്കൊക്കെ ഇടയ്ക്ക് മുട്ടിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇതുപോലെ പണി നടക്കുന്നിടമൊക്കെ. ഗൈസ്, നമ്മളിപ്പം പോകാൻ പോകുന്ന കക്വ റിവർ എന്ന് പറഞ്ഞ റിവറില്ല. അത് നമ്മൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. കക്വ റിവർ ഫസ്റ്റ് പാർട്ടായിരിക്കും. അത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറി ഒരു ചെറിയ ഒരു ഇടവഴി ഉണ്ട്, അതിനകത്തൂടെ കയറി ഇവിടുത്തെ വിശേഷങ്ങൾ ആദ്യം കാണും. ഗൈസ്, അപ്പം നമ്മൾ ആദ്യം പോകുന്ന പാർക്കിന്റെ പേരാ കക്വ റിവർ. ഇത് റിവർ ആ പ്രൊവിൻഷ്യൽ റീക്രിയേഷണൽ ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല. ഇത് കണ്ടു, ഞങ്ങൾ ഇതിലേ വന്ന് ഈ ഒരു ചെറിയ കാട് വഴി കൂടെ അകത്തോട്ട് കയറി വന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതാണ്. ഈ വഴി കൂടെ അകത്തോട്ട് കുറച്ച് പോയാൽ മതി, അപ്പം തന്നെ ആ റിവർ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ റിവറിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിക്കാം. ഗൈസ്, നമ്മൾ വന്ന് ഇവിടെ നിന്നായിരുന്നു ഇവിടുന്ന് വന്നേണ്ട ഇവിടെ ഒരു വാഷ്റൂം പോലെ ഉണ്ട്. ഇവിടെ തടികളുണ്ട്, പക്ഷെ ഇവിടെ ഫയർ ബാൻ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. കണ്ടു, മുമ്പേ കാണിച്ച പോലെ ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി വേണ്ട അവിടെ കിടപ്പുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നടന്ന് ഇവിടെ ഒരു റിവർ ഉണ്ട്. അതെവിടെ ഇതിലെ പോയാലാണ് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് മുമ്പോട്ട് നടന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ അവിടെ നിന്ന് ഒരു ഇടവഴിയുണ്ട്, അതിനകത്തൂടെ നടന്ന് നോക്കാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ ചെറിയ ഡീറ്റെയിൽ കൊടുത്തേക്കുന്ന സാധനമുണ്ട് പാർക്കിനെ പറ്റി. അവിടെ പോയി നമുക്കൊന്ന് പഠിക്കാം എന്തോ ഇവിടെ ഉള്ളത്. ഗൈസ്, നമ്മൾ മുമ്പേ കണ്ട ഡിസ്പ്ലേ ബോർഡാണ്. ഇവിടെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞ ഇടവഴിയാ. ഈ ഇടവഴി ചെന്ന് ഇതാ റിവർ. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇൻഫർമേഷൻ. ഇതാ റിവർ, ബ്ലൂ കളർ. അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ കാണുന്ന ഇടവഴി കൂടെ അകത്തോട്ട് കയറി പോകണം. ഇത് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം എന്തുവാ സീൻ ഇവിടുത്തെ. ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വഴി കാണിച്ചാൽ അതിലെ കൂടെ പോകാം. ഇതിൽ വണ്ടി പോകുമെന്ന് അറിയത്തില്ല, ട്രക്കൊക്കെ കയറ്റിക്കൊണ്ട് പോവുമായിരിക്കും. പക്ഷെ നമ്മുടെ വണ്ടി അത്രയും ചെറിയ വണ്ടി ആയ കാരണം ഇതിലെ കൂടെ പോയാൽ ചിലപ്പം അടിയൊക്കെ തട്ടും. അതുകൊണ്ട് നടന്നു പോകാൻ തീരുമാനിച്ചു. ഗൈസ്, നമ്മൾ നടന്ന് ആ റിവറിൻ്റെ തൊട്ടരികെ എത്തിയിട്ടുണ്ട്. വേണ്ട, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തി ഗൈസ്. വേണ്ട, റിവർ ഇതാണ് കക്വ റിവർ. അടിപൊളി. ഇവിടെ ഇത് കണ്ടോ, 2 ചെയറുണ്ട്. ഇവിടെ വേണം വെറുതെ കുത്തിയിരിക്കാം. ഇതാണ് റിവറിൻ്റെ കാഴ്ചകൾ. ഗൈസ്, നല്ല ക്ലിയർ ആയി വാട്ടർ എല്ലാം. ഇതാണ്ട് അവിടെ നിന്ന് 2 പേര് നടന്നു പോകുന്നുണ്ട്. ഇതൊന്നും അവനവൻ്റെ റിസ്കിലേ ചെയ്യാവുള്ളെന്ന് പല ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി, ക്യാമ്പിങ്ങും കാര്യങ്ങളും. ഇവരിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. ഗൈസ്, ഇതാണ് കക്വ റിവർ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ, ഫുള്ള് ഇവിടുന്ന് ഇങ്ങനെ ഈ റിവർ. നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോകുന്ന ഈ റിവറിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ കയറിയായിരിക്കും. വെള്ളം കണ്ടോ, നല്ല നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടി കല്ലുകൾ മൊത്തം കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഗൈസ്, ഇവിടുത്തെ ഈ കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ ഈച്ചകൾ, കുറേ കൊതുകൾ. ഒരു സ്ഥലത്ത് ഒരു 2 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കത്തില്ല, കൊതുക് കടിച്ച്. ഇപ്പം ഇവിടെ കൊതുക് അത്യാവശ്യം നല്ല രീതിയുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്പോട്ട്.
ഇവിടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. പക്ഷെ ഇവിടെ അതിന് രജിസ്റ്റർ ഒക്കെ ചെയ്യണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ പിന്നെ സ്റ്റേ ചെയ്യുന്നുമില്ല, നമ്മുടെ കയ്യിൽ അധികം സാധനമൊന്നുമില്ല. പിന്നെ വീട് അടുത്താണല്ലോ, എപ്പം വേണേലും ഇവിടെ ഓടി വരാം. 100 കിലോമീറ്ററിന്റെ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്പോട്ടിൽ പോവായിരിക്കും. അതിൻ്റെ പേരാണ് സൾഫർ ഗേറ്റ്സ്. അത് ഒരു ഇടുക്കൻ ഒരു വ്യൂ ആയിരിക്കും. ഗൈസ്, നമ്മളിപ്പോൾ വന്ന വഴി വേണ്ട ഇവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പോവാണ് ഈ കാട്ടിൽ കൂടെ. ഇവിടെ നിന്ന് നേരെ ആ കാണുന്ന വഴി വരെ പോകണം. അവിടെ നമ്മുടെ വണ്ടി കിടക്കണം. ഗൈസ്, ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീ. എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടമാണ്. പൈൻ്റെ മരമാണ്, ചെറിയ പൈൻ്റെ മരം. നമ്മുടെ നാട്ടിലും കുറേ ഉണ്ട്, വാഗമണ്ണ്, മൂന്നാർ ഉണ്ടോ. ഇതെല്ലാം അത് തന്നെയാണ്. ഒരു സ്ട്രെയിറ്റ് പോയിട്ട് നല്ലൊരു ട്രീ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഈ ട്രീൻ്റെ ഈ രീതികൾ. ഇതാണ് ഇത് കണ്ടോ ഗൈസ്, കുറേ ഇവിടെ വുഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇനി കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കറങ്ങി ചുറ്റി തിരിച്ച് ഇവിടെ ബാത്റൂമിൻ്റെ അടുത്തെത്തി. ഗൈസ്, നമ്മൾ കറങ്ങി നമ്മുടെ ചെറുക്കൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ പോകുന്ന അടുത്ത സ്പോട്ടിലോട്ട് ഇനി യാത്ര തുടർന്ന് പോകാം. ഗൈസ്, നമ്മൾ മുമ്പേ കണ്ട റിവറിന്റെ ആ പാലവാ. നമ്മളിപ്പോ ആ പോയ വഴി തിരിച്ചിങ്ങോട്ട് ആ മണ്ണ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ പാലം. ഇതിന്റെ താഴെ കൂടെ ആ റിവർ അങ്ങോട്ട് കടന്നു പോകുന്നത്. ഇതുണ്ടോ ഗൈസ്, ഇവിടെ ഫുള്ള് മലകൾ തുടങ്ങി. ഇനി ഫുള്ളും മലകളുടെ കളിയായിരിക്കും. നല്ല രസമായിരിക്കും. ഇനി അടുത്ത സ്പോട്ട് ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. ഗൈസ്, ഇത് കണ്ടോ റോഡ് വാ പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ കറങ്ങി ഇനി ഫുള്ള് റോഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും ഇറക്കവും നല്ല വളവുകളും നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി ഫുള്ള് റോഡ്. ഗൈസ്, ഇത് കണ്ടോ, ഫുള്ള് മലകളും കാര്യങ്ങളും ഒക്കെയാ ഇവിടെ മൊത്തം. ഇവിടെ ഒത്തിരി അടുത്ത് ഈ ഓയിൽ റിഗ് ഉണ്ട്. ഈ ഓയിൽ അകത്തുനിന്ന് എടുക്കുന്ന റിഗുകളുണ്ട്. ഇവിടെ ഈ ഏരിയകൾ ഒത്തിരി ഫോസിൽ ഫ്യൂൾസ് ഒക്കെ കിട്ടിയ ഏരിയകളാണ്. അതായത് ഇവിടെ ഒരു മ്യൂസിയമും ഉണ്ട്. ആ മ്യൂസിയമിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അല്ലെ ഞാൻ അതുകൂടെ കാണിച്ചേനെ. ഇതൊരു അടിപൊളി കാഴ്ച ഉണ്ടോ, ഒരു ഇങ്ങനെ എസ് പോലെ ഇരിക്കുന്ന വഴി. അവിടെ എല്ലാം മലകള്. ഈ സൈഡിലോട്ട് നോക്കിയ ഗൈസ്, ഇവിടെ എല്ലാം മലകളാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഓരോരോ അകത്തോട്ട് ഓരോരോ വഴിയുണ്ട് ഗൈസ്. ഈ വഴിയെല്ലാം ഓരോരോ ഓയിൽ ഫീൽഡിലോട്ട് പോകുന്ന വഴികളാ. ഇവിടെ നല്ല കാഴ്ച. ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ വിന്ററിൽ വന്ന സമയത്ത് ഇതെല്ലാം ഫുൾ വൈറ്റ് ആയിരിക്കും. നമ്മൾ ഒരു മലേന്റെ മണ്ടയിൽ കൂടെ ഒറ്റയ്ക്ക് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇവിടെ വണ്ടി തിരക്ക് ഈ റൂട്ടിൽ ഒത്തിരി കുറവാണ് ഗൈസ്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. കിലോമീറ്ററോളം വണ്ടികളൊന്നും കാണത്തില്ല. കൂടുതലും ട്രക്കുകളാ പോകുന്നതും വരുന്നത് മൊത്തം. ഗൈസ്, നമ്മളിപ്പം വന്ന് നമ്മൾ നേരെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാ. ഇത് കണ്ടോ ഗൈസ്, ഫുൾ മലകളും കാര്യങ്ങളും. ഇവിടെ നിന്ന് ഇനി വലിയൊരു ഇറക്കം താഴോട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴി ഇത് കണ്ടോ ഗൈസ്, ഒറ്റ വണ്ടിയില്ല, ഒന്നുമില്ല. ഇത് ഇവിടെ ഫുള്ള് മലകളും കാര്യങ്ങളും. ഇന്നത്തെ ദിവസം നല്ല കണ്ടോ, ബ്ലൂ സ്കൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പ്രത്യേകം തന്നെയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതിന്റെ മണ്ടക്കൂടെ ഒരു പാലം പോകുന്നത്. അത് ഇവിടെ നിന്ന് എന്തുവാ താഴെ ഒരു കൽക്കരി ശേഖരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ട്രെയിൻ പോയി നിൽക്കും. അവിടെ ആ ട്രെയിനിൽ നിന്നാണ് പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്നത്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ഒരു പാലമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം ഗൈസ്, ഫുള്ള് ചെറിയ ഇത് കണ്ടോ, ഫാക്ടറി പോലത്തെ സംഭവങ്ങൾ, ചുമല കളറിന്റെ അതിന്റെ ടോപ്പാ. ഇത് കണ്ടോ, ഓയിൽ റിഫൈനറി, അതും ഇതും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഫുൾ കൽക്കരിയാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു റിവർ കൂടെ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടോ, ഫുൾ ഇവിടെ മൈനിങ് നടക്കുന്ന സ്ഥലമാണ്. ഈ പാറയെന്ന് ഇതെല്ലാം പൊട്ടിച്ച് താഴെ കൊണ്ടുപോയി ചെറിയ ചിപ്സ് ആക്കി അവിടെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിനകത്ത് കയറ്റിക്കാണ്ട് ഇവർ കൊണ്ടുപോകും. മുമ്പ് പറഞ്ഞില്ലേ ട്രെയിനിൽ കൽക്കരി കൊണ്ടുപോകും. ഇത് കണ്ടോ ഗൈസ്, ഗുഡ്സ് ട്രെയിനാ. ഇത് ഫുള്ള് കൽക്കരി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ള്. നമ്മളിപ്പം മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി സൾഫർ ഗേറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഇനി ഇങ്ങനെ പൊളിഞ്ഞ റോഡ് നമ്മൾ കുറെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഈ പൊളിഞ്ഞ റോഡിൽ കൂടെ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ് വരാൻ പോകുന്നത്.